ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ കുഞ്ഞ് ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് റാഗി പുട്ടുപൊടി കൊണ്ടുള്ള പുട്ടും അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം പുട്ടിലേക്കുള്ള പഴം പുഴുങ്ങിയെടുക്കുക. അപ്പം അതിനായിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു വാഴയില വെച്ച് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം വെച്ച് കൊടുക്കുക. പിന്നെ വേണ്ട നമുക്ക് ശർക്കര നീരാണ്. അപ്പം നമ്മൾ ശർക്കര അച്ചായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ശർക്കര പാനിയാക്കി അതൊന്ന് അരിച്ച് അതിൻ്റെ കരടൊക്കെ നീക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വല്ലാണ്ട് കട്ടിയോട് കൂടിയിട്ടല്ല ഞാനിത് ഉരുക്കിയെടുത്തുള്ളത്, ഇത്തിരി ലൂസായിട്ടാണ്. എന്നാലും നമ്മൾ പഴത്തിൽ കിടന്ന് വെന്തൊന്ന് പഴമൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ശർക്കരപ്പാനിയും അതുപോലെ കട്ടിയായി വരും. അപ്പം നമ്മൾ പകുതി വേവായപ്പോൾ ഒരു നുള്ളു ഉപ്പ് പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞ് വീണ്ടും ചെറിയ തീയിലാക്കി വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേ കുറച്ച് നേരമായിട്ടുണ്ട്, നമ്മുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ പുട്ടുണ്ടാക്കണ അപ്പോൾ റാഗി പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്തു. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു 2 പിടി നാളികേരം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് സാധാരണ കുഴച്ചെടുക്കണ പോലെ തന്നെ കുഴച്ചെടുക്കുക. ഇത് എലൈറ്റിൻ്റെ റാഗി പുട്ടുപൊടി വാങ്ങിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല പുട്ടുപൊടിയാണ് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വരെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ നമ്മൾ 10 മിനിറ്റിന് ശേഷം ഉണ്ടാക്കിയെടുക്കണം. ചട്ടപ്പുട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ പൊടി കുറച്ച് കുറച്ചായിട്ട് പൊടിയിട്ട് ആവശ്യത്തിനുള്ള പൊടിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ പുട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി പുട്ടും അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതും. ഇനി നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ഒരു ഒഴിച്ചുകറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ചെറിയ ചേമ്പ് വെച്ചിട്ട് പച്ചപ്പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പച്ചപ്പുളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അപ്പം ആദ്യം ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചപ്പുളി ഒന്ന് 3-4 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ വേവിച്ചെടുത്തു. ഇനി അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. പച്ചേമ്പ് നന്നായിട്ട് ഉപ്പിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് ഇതേ ഒരു മൺചട്ടിയിലേക്ക് ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാന്താരി മുളക് ഒന്ന് നടുകീറിയിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു ഏകദേശം 1 സ്പൂണോളം മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ അതിൻ്റെ
ഒപ്പത്തിനായി നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചേമ്പൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ 2 പിടി നാളികേരം എടുക്കുന്നുണ്ട്, 2-3 പിടി നാളികേരം എടുക്കുക. പിന്നെ അതിലേക്ക് ഒരു കാന്താരി മുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി നന്നായിട്ട് അരച്ച് മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പുളിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്പി പിന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. പുളി നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ചേമ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഓരോരുത്തർക്ക് പുളി എത്ര വേണമെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒഴിച്ച് പുളി നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതേ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, ഉപ്പും പുളിയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച നാളികേരം കൂടി ചേർത്ത് പിന്നെ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കറി താളിച്ചു കൊടുക്കാം. അതിൽ ചേമ്പൊന്ന് 2-3 ചേമ്പൊക്കെ ഒന്ന് ഉടച്ച് അതിൽ ചേർക്കട്ടെ. അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതേ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ താളിച്ച് കൊടുക്കണ്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലും മൂപ്പിച്ച് താളിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് താളിച്ച് കറി താളിച്ചെടുത്തു. അപ്പം നമ്മുടെ നാടൻ ഒഴിച്ചുകറി, ചെറിയ ചേമ്പ് വെച്ച് പച്ചപ്പുളി പിഴിഞ്ഞു വെച്ചുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണിത്. പിന്നെ അതേ 2 വഴുതനങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സാമ്പാറൊക്കെ കഷ്ണങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ വഴുതനങ്ങയൊക്കെ ചിലപ്പോൾ കുറേ വഴുതനങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ സാമ്പാറിലേക്ക് 1-2 ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ബാക്കിയായിരിക്കും. നമ്മളിത് ഉപ്പേരി വെച്ചാലൊന്നും കഴിക്കാനിവിടെ അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത വഴുതനങ്ങ അതേ ഒരു ബൗളിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്ത കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് 3-4 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക, ഒന്ന് മസാല ഒന്ന് പിടിക്കാനായിട്ട്. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേ വഴുതനയൊക്കെ നന്നായി മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 3-5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക, മസാല ഒന്ന് പിടിക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ഫ്രൈ ചെയ്തെടുക്കണ്. അപ്പം അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചുള്ള വഴുതനങ്ങ വെച്ച് ചെറിയ തീയിലാക്കിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം കേട്ടോ. ഓരോ ഭാഗം ഒന്ന് ആയി വരുമ്പോൾ മറിച്ചും തിരിച്ചുവിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കുക.
അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഒരു ചമ്മന്തി, ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കാഷ്യൂ നട്ടാണ് എടുത്തുള്ളത്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം അരയൊന്നും വേണ്ട, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് പൊടിച്ച് ശേഷം ദേ ഒരു ബൗളിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് ചെറിയുള്ളി, ചെറുതാക്കി അരിഞ്ഞെടുത്ത ചെറിയുള്ളിയാണ്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ, ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് ചാലിച്ചെടുക്കുക. അപ്പോൾ നല്ല ചൂടുള്ള ചോറിലേക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് കാഷ്യൂ നട്ട് ചമ്മന്തി. അപ്പോൾ വഴുതനയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 2-3 മുട്ട, കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പിട്ടൊന്ന് നന്നായി അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പം ഇന്നത്തെയും പോലെ തന്നെ നല്ല കുത്തരി ചോറുണ്ട്. അപ്പം അതിലേക്ക് നമ്മുടെ ചമ്മന്തി, കാഷ്യൂ നട്ട് ചമ്മന്തി, പിന്നെ നമ്മൾ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ തലേദിവസം വൈകിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മീൻകറിയാണ്. പിന്നെ അതേ വഴുതനങ്ങ ഫ്രൈ ചെയ്തത്, പിന്നെ നമ്മുടെ ഒഴിച്ചുകറി, മുട്ടപ്പം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഈ കുഞ്ഞു കറികളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.